പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ തന്റെ സൃഷ്ടികർമ്മങ്ങളിൽ ഏറ്റവും ഉദാത്തമായി ദൈവം കരുതിയിരുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെയാണ്. അപ്പോൾ തന്റെ ഉദാത്തമായ ഈ സൃഷ്ടികർമ്മത്തിനായി ഒരൽപ്പം ദൈവികത കൂടി സമ്മാനമായി കൊടുക്കുവാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചു. അപ്പോൾ ഒരു ചോദ്യമുണ്ടായി, എവിടെയാണ് ഈ ദൈവികത കൊണ്ടുപോയി വെക്കുക എന്നുള്ളത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒന്നാമത്തെ മാലാഖ പറഞ്ഞു, ഇത് ഒരു കാരണവശാലും മനുഷ്യന് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ വെക്കരുത്. കാരണം അവൻ ഇത് തീർച്ചയായും ദുരുപയോഗം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനുഷ്യനെ എളുപ്പം എടുക്കുവാൻ സാധിക്കാത്തത്ര ഉന്നതികളിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയുടെ ഔന്നത്യത്തിൽ കൊണ്ടുപോയി നമുക്കിത് നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, യാതൊരു കാരണവശാലും അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകുകയില്ല. കാരണം ഉന്നതികളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഈ കൊടുമുടികളെ കീഴടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര ഉയരമുള്ള കൊടുമുടികളിൽ കൊണ്ടുപോയി ഈ ദൈവികത സ്ഥാപിച്ചാലും അവൻ തീർച്ചയായും അത് കണ്ടെത്തുമെന്ന്. പിന്നെ രണ്ടാമത്തെ മാലാഖ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആഴക്കടലിൽ കൊണ്ടുപോയി ഇത് നിക്ഷേപിക്കാമെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, അതും കാര്യമില്ല. കാര്യം മനുഷ്യൻ അന്തർവാഹിനികൾ കണ്ടുപിടിച്ച് അവൻ ആഴക്കടലിൽ നിന്ന് ഇത് കണ്ടെത്തുമെന്ന്. അപ്പോൾ മൂന്നാമത്തെ മാലാഖ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നക്ഷത്രങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഈ ദൈവികതയെ നിക്ഷേപിക്കാമെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, അതും കാര്യമില്ല. കാരണം എന്താണെന്നോ, അവൻ ശൂന്യാകാശ പേടകങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും അവൻ ഈ ദൈവികതയെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖമാർ ആകെ കുഴപ്പത്തിലായി. ഇനി എവിടെ കൊണ്ടുപോയി ഇത് നിക്ഷേപിക്കും എന്ന ചോദ്യത്തിന് ദൈവം തന്നെ ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, യാതൊരു സംശയവും വേണ്ട, മനുഷ്യൻ പെട്ടെന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത, കയറി ചെല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അത് അവന്റെ തന്നെ മനസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവികതയെ മനുഷ്യന്റെ മനസ്സിൽ തന്നെ നിക്ഷേപിക്കാമെന്ന്. അങ്ങനെ ദൈവം നമ്മളുടെ മനസ്സിലെ മഹാസ്രോതസ്സാക്കിക്കൊണ്ട് ആ ദൈവികതയാണ് നമുക്കുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും തിരിഞ്ഞു നോക്കുവാൻ അത്ര എളുപ്പത്തിൽ കഴിയാത്ത മനുഷ്യ മനസ്സിൽ തന്നെ. അതുകൊണ്ട് തന്നെ ദൈവം സമ്മാനിച്ച ഈ ദൈവികതയിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന വിജയങ്ങൾ, ആഗ്രഹിച്ച ജീവിതം എല്ലാം കെട്ടിപ്പടുക്കുവാൻ തീർച്ചയായും കഴിയും. മഹാസ്രോതസ്സാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. എന്തും സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന, എന്തും സ്ഥാപിക്കുവാൻ സാധിക്കുന്ന, എന്തിനേയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മഹാസ്രോതസ്സായ മനുഷ്യ മനസ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. വിജയത്തിന്റെ ആരംഭം അവിടെ നിന്നുണ്ടാകും.